ഇപ്പോൾ ഒരു ഗ്രൂപ്പ് നാടകം ചെയ്യുന്നു, അവർ പിന്നീട് എങ്ങനെ നാടകം ചെയ്യും? ആ നാടകം കൊണ്ട് അവർക്ക് അതിനകത്ത് നിലനിന്ന ആൾക്കാർക്കൊരു സാമ്പത്തികമായിട്ട് അല്ലെ അവർക്ക് വലിയ ബാങ്ക് ബാലൻസും വേണ്ട, സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നീട് അവർ അടുത്ത പ്രാവശ്യം എങ്ങനെ ആ നാടകം ചെയ്യും ആ സംഘം? അപ്പോൾ ആ അവസ്ഥ അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ വരുമാനം ഇല്ലാത്തതുകൊണ്ടാണല്ലോ വരുമാനമുള്ള മേഖല അല്ലെങ്കിൽ പ്രശസ്തിയുള്ള മേഖല നടത്തൽ സിനിമയിലേക്ക് ആൾക്കാർ പോകുന്നത്. ഇപ്പം ഞാൻ പേഴ്സണലി പറയണമെങ്കിൽ സിനിമയിലേക്ക് അഭിനയിക്കാൻ പോകാനുള്ളൊരു ഇടയ്ക്കുള്ളൊരു വഴിയായിട്ടല്ല ഞാൻ നാടകത്തെ കാണുന്നത്. ഓക്കെ, അത് നാടകം വേറെ, സിനിമ വേറെ. സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, അഭിനയിക്കാം. പക്ഷേ തിയേറ്ററിനോടുള്ളൊരു പാഷൻ എന്ന് പറഞ്ഞാൽ അത് വേറെയാണ്. അത് വേറൊരു സമൂഹമായിട്ടുണ്ട് ഇടപെട്ടിരിക്കുന്നത്. ഇപ്പോൾ ചോദിച്ചതിലേക്ക് ഞാൻ വരാം. ഈ പറഞ്ഞ മൊത്തം ഒരു ഇവർ വരുമാനം ഇല്ലാത്തൊരു കാര്യത്തിൽ വീണ്ടും വീണ്ടും ആൾക്കാർ എങ്ങനെ വരും? പ്രശസ്തിയില്ലാത്ത സംഭവത്തിലേക്ക് എങ്ങനെ വരും? അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊന്ന് കൂട്ടുപിടിക്കാൻ എവിടെയോ ചാനലൈസ് ചെയ്യാൻ നാടകക്കാർ മാത്രം, അത് ചെയ്യുന്നവർ മാത്രം വിചാരിച്ചാൽ പറ്റുന്ന കാര്യമല്ലല്ലോ.